ഹലോ. ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ ലൂണ പ്രഗ്നന്റ് ആണെന്നൊക്കെ? ഇത് അവളുടെ ആദ്യത്തെ പ്രസവ സമയത്തുള്ള വീഡിയോ ആണ്. അതായത് 2024 നവംബർ 21 വൈകിട്ട് ഒരു 5:05 ആകുമ്പോഴാണ് നമുക്ക് പെയിനൊക്കെ വരുന്നത്. പക്ഷെ 22 പുലർച്ചെ ഒരു 4 മണി ഒക്കെ ആ സമയമൊക്കെ അടുപ്പിച്ചാണ് അവൾ പ്രസവിച്ച് തുടങ്ങിയത്. അപ്പം 4 കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 5-10 ആയപ്പോഴത്തേക്കും പ്രസവിച്ച് കഴിഞ്ഞായിരുന്നു. ആദ്യത്തെ പ്രസവത്തിൽ അവൾക്ക് 4 കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾ ഇവർക്ക് 4 പേർക്കും പേരിട്ടിട്ടുണ്ടായിരുന്നു. തുമ്പി, പപ്പി, ബണ്ണി, ബബ്ലു. അങ്ങനെ 4 പേർക്കും നേരത്തെ ഞങ്ങൾ പേര് കണ്ടു വെച്ചായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടാവുകയാണെങ്കിൽ ഇന്ന പേരിടാന്നൊക്കെ. അതായത് ഞങ്ങൾ യൂട്യൂബിൽ ഇതുപോലെ പറവക്കൂട്ടം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ഞാനും എൻ്റെ മക്കളും ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചാനലാണ്. അപ്പം അതിൽ അവരുടെ പൂച്ചകളുടെ പേരാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളുണ്ടാവുകയാണെങ്കിൽ എത്ര പേരുണ്ടായാലും ആ പേരൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. അപ്പം 4 പേരായപ്പോൾ നമ്മൾ അവരെ ആ ചാനലിലുള്ള ആ പൂച്ചക്കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെ പേരും നമ്മൾ ഇവർക്കും ഇട്ടു. ഇവര് പക്ഷെ ഇപ്പൊ എല്ലാവരും ഇല്ല. ഇപ്പൊ 2 പേരേ ഉള്ളൂ. 2 പേരെ നമ്മൾ കൊടുത്തു. ഒരാളെ നമ്മൾ ഫാമിലിയിൽ തന്നെയാണ് കൊടുത്തത്, ബബ്ലുവിനെ. ബണ്ണി ഇതുപോലെ കാണാതെയായി. തുമ്പിയും പപ്പിയെ ഞങ്ങൾ ഇതുപോലെ ഒരാൾക്ക് കൊടുത്തു. തുമ്പി ഒരു 8 മാസമൊക്കെ ആയപ്പോൾ മരിച്ചുപോയി. അത് അവൾക്ക് ഇതുപോലെ വയറ് ഭയങ്കരമായിട്ട് പെരുവി വരുമായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഒത്തിരി ഫുഡ് കഴിച്ച് എന്തോ വയറങ്ങനെ പെരുവി ഇരിക്കുന്നതാണെന്നാണ്. പക്ഷെ അതെന്തോ ഒരു അസുഖമായിരുന്നു. നമുക്കത് മനസ്സിലായില്ല. അങ്ങനെ വയറ് പെരുവിയാണ് അവള് മരിച്ചു പോയത്. ഒരു 8 മാസമൊക്കെ ആവാറായപ്പോഴാണ് അവള് മരിക്കുന്നത്. പിന്നെ അതിനുശേഷം ലൂണ പ്രഗ്നന്റ് ആയതെല്ലാം അബോർഷനായി പോവുകയാണ് ചെയ്തത്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ്. ഇനിയിപ്പോൾ ഈ പ്രസവത്തിൽ എത്ര പേര് കാണും ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇനിയിപ്പോൾ കാത്തിരിക്കുകയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഡെലിവറി ആവാൻ. ഇനി ഇത്തവണ ഡേറ്റും കാര്യങ്ങളൊന്നും എഴുതിയൊന്നും വെക്കാത്തതുകൊണ്ട് കറക്റ്റ് എന്നത്തേക്കാണ് ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. ആ ഒരു ചെറിയ ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആള് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, നല്ല രസം. പിന്നെ കാണുമ്പോൾ ഉള്ള രസമല്ലല്ലോ, നമുക്ക് അതിനനുസരിച്ച് എല്ലാവരെയും നോക്കാനുള്ള ഒരു സാഹചര്യം കൂടെ വേണം. അപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരെ കൊടുക്കുന്നത്. എന്തായാലും ആദ്യത്തെ പ്രസവത്തിലുള്ള 4 കുഞ്ഞുങ്ങളും സാധാരണ ഈ 4-5 മക്കളൊക്കെ ഉള്ളപ്പോൾ ലാസ്റ്റ് 5-മത്തെ അല്ലെങ്കിൽ 4-മത്തെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ആരോഗ്യം കുറവായിരിക്കും. പക്ഷെ ഇത് 4 പേരും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. നല്ല കുഞ്ഞുങ്ങളായിരുന്നു. ഒരുവിധം വലിപ്പം ആവുന്നിടം വരെ നല്ല ആക്റ്റീവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നോക്കാം. ഇനിയിപ്പോൾ ഈ പ്രസവത്തിൽ എത്ര പിള്ളേരുണ്ട്, എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. എത്ര പേരുണ്ടെങ്കിലും ആരോഗ്യത്തോടെ അവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ